നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2 ഷോർട്ട് വീഡിയോയിലും പങ്കുവച്ച നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വാട്സ് നെക്സ്റ്റ് വിശ്വസിക്കുന്നു. 11 മണി മുതൽ എക്സാം സെന്ററിൽ പ്രവേശനം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. യാതൊരു കാരണവശാലും 1.5 മണിക്ക് ശേഷം പ്രവേശനം അനുവദിക്കുകയില്ല. ആവശ്യമായ ഡോക്യുമെന്റ്സ് അല്ലാതെ മറ്റൊരു സാധനവും സെന്ററിനകത്ത് അനുവദിക്കില്ല. അതുപോലെ തന്നെ പ്രാധാന്യമാണ് മുമ്പ് ഷോർട്ട് വീഡിയോയിൽ സൂചിപ്പിച്ച ഡോക്യുമെന്റ്സ് കൃത്യമായി കൊണ്ടുപോവുക എന്നതും. സിമ്പിളായി ഡ്രസ് ചെയ്ത് ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കരുതി കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ എത്തുക. നിങ്ങളിൽ പലരുടെയും കുറേ മാസങ്ങളായുള്ള, ചിലരുടെയൊക്കെ കുറെ വർഷങ്ങളായുള്ള ഉറക്കമില്ലാത്ത രാത്രികളുടെയും എണ്ണിയാൽ തീരാത്ത മോക്ക് ടെസ്റ്റുകളുടെയും സംശയങ്ങളുടെയും ഭയത്തിന്റെയും ഒക്കെ അവസാന ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വാട്സ് നെക്സ്റ്റ് പറയട്ടെ, യു ആർ നോട്ട് ലെസ് ദാൻ എനി വാരിയർ. തീർച്ചയായും നിങ്ങൾക്കിതൊരു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ മാത്രമല്ല, നിങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നത്തിന്റെയും നിങ്ങളുടെ ഡെഡിക്കേഷന്റെയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ആത്മധൈര്യത്തിന്റെയും പ്രശംസ അർഹിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. നീറ്റിനു മുമ്പുള്ള ഈ ഏതാനും മണിക്കൂറുകൾ പലർക്കും ഹൃദയമിടിപ്പ് കൂട്ടുന്നതാണ്. എപ്പോഴും ഓർക്കുക, സക്സസ് ഡസന്റ് റിക്വയർ പെർഫെക്ഷൻ, ഇറ്റ് റിക്വയർസ് പ്രസൻസ്. സോ ബി പ്രസന്റ്. നിങ്ങളുടെ ഇത്രയും ദിവസത്തെ മാസങ്ങളുടെ തയ്യാറെടുപ്പിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻസ്റ്റിങ്സിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരു ഭയത്തിനും നിങ്ങളുടെ ഹാർഡ് വർക്കിനെ, നിങ്ങളുടെ കഠിനാധ്വാനത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. പരീക്ഷയ്ക്കുള്ള ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു അവസരമാണ്. ഒരിക്കലും അതൊരു ത്രെട്ടല്ല. അതുകൊണ്ട് തന്നെ കാം ആൻഡ് ഫോക്കസ്ഡ് അതായിരിക്കണം പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ആയുധം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പാനിക് ആവാതിരിക്കുക. ബ്രീത്ത്, തിങ്ക് ആൻഡ് മൂവ് ഓൺ. ട്രസ്റ്റ് മീ, യുവർ ബ്രെയിൻ നോസ് മോർ ദാൻ യു തിങ്ക്. Give it a chance to show up for you. ഈ നിമിഷങ്ങളിൽ നെർവസ് ആവുക സ്വാഭാവികമാണ്. നിങ്ങളുടെ ഇത്രയും ദിവസത്തെ കഠിനാധ്വാനത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന് മേലെയാവരുത് മറ്റൊന്നും. നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ഒരിക്കലും തളരാതെ വിജയിച്ച ഒരാളുടെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പ്രവേശിക്കേണ്ടത്. ഫലം എന്തുതന്നെയായാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, ഡോക്ടർ എന്ന ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന്റെ ആദ്യ ചുവടിലേക്ക് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ പോവുക. ഓൾ ദി ബെസ്റ്റ്.